ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 10ാമത്തെ അധ്യായമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ശൗനക ഉവാച ഹത്വാസുരിക്തപ്രദാതദായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠ സഹാനുജേ പ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്ത കിമകാരഷീത്തതാ. ഇവിടെ പറയണം, ഈ ഭാരത യുദ്ധത്തിൽ ചെയ്യേണ്ട ഭഗവാന്റെ കർമ്മങ്ങൾ പ്രധാനപ്പെട്ടത് ഒക്കെ കഴിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെട്ടുള്ള സമയത്താണ് ഭീഷ്മസ്തുതി കുന്തിസ്തുതി ഉണ്ടായത്. ഉത്തരയെ രക്ഷിക്കൽ 3 കാര്യമാണ് ഉണ്ടായത്. ഇനി ദ്വാരകയിലേക്ക് പോകാമല്ലോ, കഴിയേണ്ടത് കഴിഞ്ഞു. ഇനി ദ്വാരകയിലേക്കുള്ള പോക്ക്, ദ്വാരകാഗമനം, ശ്രീകൃഷ്ണ ദ്വാരകാഗമനത്തിനെയാണ് പറയണത്. തൻ്റെ ധനത്തെ അപഹരിക്കാനായി യുദ്ധത്തിനൊരുങ്ങിയ സ്വരിക്തസ്തപൃത എന്ന് പറയുമ്പോൾ അപഹരിക്കാനായി യുദ്ധത്തിന് ഒരുങ്ങിയ ആദതായികളെ വനിച്ചിട്ട് ഹത്വാ സ്വരിക്തസ്പൃത ആദതായിനോ, സ്വധനം അപഹരിച്ചവരെ വധിച്ചിട്ട് ധർമ്മപുത്രര്, അതിന് വിശേഷണമാണ് ധർമ്മവതാം വരിഷ്ഠ, ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രൻ. തൻ്റെ ധനമൊക്കെ അപഹരിച്ചു കൊണ്ടുപോകണമെന്നാണ് ദുര്യോധനൻ്റെ ആഗ്രഹം. ഒന്നും തന്നെ ഇവർക്ക് കൊടുക്കില്ല, അർഹതപ്പെട്ടതും കൊടുക്കില്ല എന്നാണല്ലോ. സ്വധനം അപഹരിക്കാൻ ഒരുങ്ങിയ കൗരവരെ തോൽപ്പിച്ച് സ്വരിത്വപൃഥ, തൻ്റെ ധനത്തെ അപഹരിക്കാൻ ഇച്ഛിച്ച ശത്രുവിനെ തോൽപ്പിച്ചിട്ട് വധിച്ചിട്ട് എന്തു ചെയ്തു? വരിഷ്ഠ യുധിഷ്ഠിര, വരിഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരൻ, ധർമാത്മാവായിരിക്കുന്ന യുധിഷ്ഠിരൻ്റെ വിശേഷനാണ് ധർമ്മപദാം വരിഷ്ഠ. ധർമ്മപദാം വരിഷ്ഠോ യുധിഷ്ഠിര, ധർമ്മത്തിൽ അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? പ്രത്യവരുദ്ധ ഭോജന, പ്രാപിച്ച ഭോഗത്തോടു കൂടിയവനായിട്ട്. എല്ലാം ദുര്യോധനൻ തട്ടിപ്പറിച്ചതായിരുന്നു, അത് തിരിച്ചു കിട്ടി. അതാണ് അവിടെ എന്ത് പറഞ്ഞത്? പ്രത്യവരുദ്ധ ഭോജന, വീണ്ടും തിരിച്ചു കിട്ടിയ സ്വന്തത്തോടു കൂടിയവനായിട്ട്. പ്രത്യവരുദ്ധ ഭോജന അനുജൈ കഥം, അനുജനോടുകൂടി, അനുജന്മാർ അല്ലേ, അനുജനല്ലല്ലോ, അനുജന്മാരോടുകൂടി എങ്ങനെ വർത്തിച്ചു എന്ന് ചോദിക്കുകയാണ് ശൗനകാദി. ഇനി എന്തൊക്കെയാണ് ഉണ്ടായെന്ന് ചുരുക്കം, ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് ഉണ്ടായത്? സഹാ അനുജൈ പ്രത്യവരുദ്ധ ഭോജന, തിരിച്ചു കിട്ടിയ രാജ്യം സമ്പത്ത് മുതലായതോടു കൂടിയിട്ട് കഥം പ്രവൃത്ത, എങ്ങനെ പ്രവർത്തിച്ചു, എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും അനന്തരം കഥകളെക്കുറിച്ച് ചോദിക്കുകയാണ്. ഹത്വാ സ്വരിക്തസ്പൃത ആദതായിനോ യുധിഷ്ഠിരോ ധർമ്മപദാം വരിഷ്ഠ. സ്വരിക്തസ്പൃത ആദതായിനോ ഹത്വാ ധർമ്മപദാം വരിഷ്ഠ യുധിഷ്ഠിരോ കിമകാരഷി. ആ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ആരോട് കൂടിയിട്ട്? സഹാനുജയി, തിരിച്ചു കിട്ടിയതായിട്ടുള്ള സമ്പത്ത് പ്രത്യവരുദ്ധ ഭോജന, അതുകൊണ്ട് അനുജന്മാരോട് കൂടിയിട്ട് എന്തെല്ലാം ചെയ്തു? ഇപ്പം സൂത ഉവാച, സൂതൻ്റെ മറുപടി: വംശങ്കുരോർവംശദവാഗ്നിനിർഹൃതം സംരോഹയിത്വ ഭവഭാവനോഹരി നിവേശയിത്വ നിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. ഇവിടെ 2 വംശമാണ്. കുരുവംശമാണ് റൂട്ട് രണ്ടിൻ്റെയും. അതിൽ നിന്നുണ്ടായതാണ് കൗരവരും പാണ്ഡവരും. 2 റൂട്ട് കുരുവംശം ഒന്നാണ്. കുരുവംശത്തിൽ നിന്ന് 2 വംശം ഉണ്ടായി, പാണ്ഡവരും കൗരവരും. അവർ വംശമാകുന്ന കാട്ടുതീയിൽ പെട്ട് നശിച്ചു. വംശമാകുന്ന കാട്ടുതീ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ശത്രുത എന്നർത്ഥമുള്ളൂ ഇവിടെ. അതിൽ നിന്ന് തന്നെയാണ് ശത്രുത ഉണ്ടായത്. ഈ കൗരവരെയും പാണ്ഡവരെയും വേറൊരു കൂട്ടർ വന്നിട്ട് നശിപ്പിക്കുകയല്ല ചെയ്ത്. പാണ്ഡവന്മാർ നശിച്ചിട്ടില്ല കേട്ടോ, കൗരവന്മാരെ വേറൊരു കൂട്ടരല്ലല്ലോ നശിപ്പിച്ചത്. ആണോ? ആ കുരുവംശത്തിൽ തന്നെയുള്ള പാണ്ഡവന്മാരാണ് യുദ്ധം ചെയ്ത് ഇല്ലായ്മ ചെയ്തത്. നമ്മുടെ വംശമാകുന്ന കാട്ടുതീ എന്ന് പറയാൻ കാരണം പുറമേ നിന്ന് ഒരാളല്ല വന്നത്.
പാണ്ഡവന്മാരാണ് കൗരവരെ ഇല്ലായ്മ ചെയ്ത് തോൽപ്പിച്ചത്. വംശമാകുന്ന ദവാഗ്നി കാട്ടുതീ നിർഹൃതം ദീപിക്കപ്പെട്ട കുരുവംശത്തെ ഭവഭാവന ലോകാഭിവൃദ്ധിയെ വരുത്തുന്ന കൃഷ്ണൻ. അവിടെ കൃഷ്ണൻ ആണ് കർത്താവ്. വിശേഷണമാണ് എന്ത്? ഭവഭാവനോ, ലോകത്തിന് മംഗളം ഉണ്ടാക്കണ കൃഷ്ണൻ. ലോകത്തിലെവിടെ പോക്കിലും മംഗളം മാത്രം നൽകുന്ന കൃഷ്ണൻ എന്ത് ചെയ്തു? സംരോഹയിത്വ, നന്നായി മുളപ്പിച്ചിട്ട് യുധിഷ്ഠിരം ധർമ്മപുത്രരെ അവൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിച്ചിട്ട് ഈശ്വര പ്രീതമന സന്തോഷവാനായിട്ട് ഭവിച്ചു. അതിൽ നിന്നുണ്ടായിട്ടുള്ള തീയെ കാടിനെ നശിപ്പിക്കുന്നു. പുറമേ നിന്നല്ല തീ വരുന്നത്. അതേപോലെ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള യുദ്ധം, ഇവർ മൂലമുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ നശിപ്പിച്ചിട്ട് നിവേശയിത്വ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമന ബഭുവ, രാജ്യം ഭരിക്കാനായിക്കൊണ്ട് യുധിഷ്ഠിരനെ ഏൽപ്പിച്ചു എന്നർത്ഥം. ഈ ധർമ്മപുത്ര രാജ്യമൊക്കെ വേണ്ട പോലെ ഭരിച്ചോളൂ, ഞാൻ ദ്വാരകയിലേക്ക് പോവുകയാണ് കേട്ടോ. അതാണ് ഭാവം. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഭരിച്ചത് എന്ന് പറയുന്നു. നിശമ്യ ഭീഷ്മോക്തം അതാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമ ശശാസഗാം ഇന്ദ്ര ഇവാജിതശ്രയ പരിത്യുവാന്താമനുജാനുവർത്തിതാം. എങ്ങനെയൊക്കെയാണ് ധർമ്മപുത്രർ ഭരിച്ചത് എന്നങ്ങനെ വിവരിക്കുക. അവിടെ ഭീഷ്മോക്തം ശാന്തി പർവ്വത്തിലും ആനുശാസിക പർവ്വത്തിലും ഭീഷ്മർ കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ, ഭീഷ്മരുടെ മുഖത്തു നിന്ന് വന്ന ഉപദേശങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമമൊക്കെ അതിലാണ് വരിക. അത് വേണ്ട പോലെ പാലിച്ചിട്ടും പിന്നെ അച്യുതോക്തം കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ധർമ്മപുത്രർ വിലക്കെടുത്തു. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളും ഭീഷ്മർ പറഞ്ഞ കാര്യങ്ങൾ നിശമ്യ കേട്ടിട്ട്, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്നാണ് കേട്ടോ. നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ഏറ്റവും ദീർഘം അർത്ഥം മാറ്റി. നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പലപ്പോഴും ഇത് വ്യത്യാസം നമുക്ക് തോന്നും. ദീർഘമില്ലെങ്കിൽ കേട്ടിട്ട് എന്നാണ്. നിശമ്യ ഭീഷ്മോക്തം, ഭീഷ്മർ പറഞ്ഞിട്ടുള്ളതും കൃഷ്ണൻ അച്യുതോക്തം പറഞ്ഞിട്ടുള്ളതുമായ ആ സംഗതികൾ കേട്ടിട്ടും നടപ്പാക്കിയിട്ടും അനുസരിച്ചിട്ടും നടത്തും. പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമ, അറിവിനാൽ നശിപ്പിക്കപ്പെട്ട മോഹത്തോടു കൂടിയിട്ട്. എന്താ നശിച്ചത്? മോഹമാണ് നശിച്ചത്. മോഹം, അജ്ഞാനം, സംശയം നശിച്ചു. അപ്പോൾ നശിപ്പിക്കപ്പെട്ട സംശയത്തോടു കൂടിയവനായിട്ട്, നശിപ്പിക്കപ്പെട്ട മോഹം അജ്ഞാനത്തോടു കൂടിയവനായിട്ട് എന്ന് വെച്ചാൽ അറിവ് നേടിയിട്ട്, ചുരുക്കം അതൊക്കെ ഇങ്ങനെ വളച്ചു പറയൂലോ, കാവ്യല്ലേ. പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമ, നശിപ്പിക്കപ്പെട്ട സംശയം അജ്ഞാനത്തോടു കൂടിയവനായിട്ട്, സംശയം തീർന്ന് അറിവ് നേടിയിട്ട്. ശശാസഗാം, എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയെ എങ്ങനെ ഭരിച്ചു? ഇന്ദ്ര ഇവാജിതാശ്ര, ഇന്ദ്രനെ പോലെ. ഇന്ദ്രൻ സ്വർഗലോകം വാണ പോലെ ശശാസ വാണു. എപ്രകാരം ദേവലോകത്തിൽ ഇന്ദ്രൻ വാണുവോ, എപ്പോഴും അങ്ങനെ ഉപമിക്കും ഇല്ലേ. രാമനും സീതയും അയോധ്യയിൽ ഇന്ദ്രൻ എപ്രകാരം സ്വർഗത്തിൽ വാണുവോ അതുപോലെ വാണു, വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രയോഗമാണ്. ശശാസഗാം ഇന്ദ്ര ഇവാജിതാശ്ര, ഇന്ദ്രനെ പോലെ അല്ലേ, ദേവലോകം വാഴുന്നിരുന്ന ഇന്ദ്രനെ പോലെ. ധർമ്മപുത്രർ ഭീഷ്മർ പറഞ്ഞതും കൃഷ്ണൻ പറഞ്ഞതും അനുസരിച്ച് ശശാസഗാം, ശശാസ, ഈ ഭൂമിയെ ഭരിച്ചു. പരിദ്യുവാന്താമനുജാനുവർത്തിതാം, അനുജന്മാരോട് കൂടിയിട്ട്. എങ്ങനത്തെ അനുജന്മാരെ? പറഞ്ഞാൽ കേൾക്കണ അനുജന്മാരെ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണ അനുജന്മാരല്ല എന്നർത്ഥം. നല്ലപോലെ അനുസരണശീലമുള്ള നല്ല അനുജന്മാരോട് കൂടി. പിന്നെയോ സമുദ്രമാകുന്ന അതിർത്തിയോടുകൂടിയ ഭൂമി. സമുദ്രമാകുന്ന അതിർത്തി, സാധാരണ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വേറൊരു രാജ്യവും, അവിടെ തുടങ്ങുകയാണ് അടുത്ത രാജ്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അതിർത്തി. അല്ലെങ്കിൽ ഒരു പർവ്വതമാവാം. ഇവിടെയോ, ഇവിടെ സമുദ്രമാണ് അതിർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂമിയും തൻ്റെ കീഴിലായി. അല്ലെങ്കിൽ രാജസൂയ നടത്തുന്ന പറഞ്ഞാൽ എല്ലാം ജയിക്കണം, എല്ലാ രാജാക്കന്മാരെ വെച്ചാണ്. സമുദ്രമാകുന്ന അതിർത്തിയോട് കൂടിയിട്ടുള്ള ഭൂമി. ഏതാ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ സമുദ്രം.
വേറൊരു അതിർത്തിയില്ല. അപ്പോൾ ഭൂമി മുഴുവനെ തൻ്റെ കീഴിലാക്കി എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. പരിദ്യുവാന്താമനുജാനുവർത്തിത ശശാസഗാമിന്ദ്രൈവാജിത തയ പരിദ്യുവാന്താം അനുജാനുവർത്തി പരിദ്യുവാന്ത സമുദ്രത്തോട് ആകുന്ന അതിർത്തിയോട് കൂടിയാ. സമുദ്രം വരെ ധർമ്മപുത്രരുടെ സാമ്രാജ്യമാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഭരണം കേമായാൽ പ്രകൃതിയിലും എല്ലാവർക്കും ക്ഷേമമുണ്ടാവും. അതിവിടെ സൂചിപ്പിക്കുകയാണ്. കാമംബവർഷപർജന്യ സർവകാമതുകാമഹി. നല്ല പോലെ മഴ. രാമരാജ്യത്തെ വർണ്ണിക്കുമ്പോൾ പറയാറില്ലേ, കാലേ വർഷിക്കുമല്ലോ ഖനങ്ങളും. ആ സമയത്ത് മഴ അങ്ങനെ പെയ്യണത് നല്ല ലക്ഷണമാണ് അല്ലേ. മഴക്കാലത്ത് മഴയുണ്ടാവണം. എന്നാലോ കാലം മാറിയിട്ടിട്ട് മഴ പെയ്യൂല. അതാണ് കാലേ വർഷതു പർജന്യ. തോന്നിയ പോലെ പെയ്യല്ല, ആ സമയത്ത് മഴ പെയ്യുക. അത് പെയ്തിരുന്നു, ആർക്കും ദുഃഖമില്ല. കാമംബവർഷ, വെണ്ട പോലെ വർഷിച്ചു. മഹി സർവകാമദുഃഖ, എല്ലാവർക്കും ആവശ്യമുള്ള സസ്യാദി ജാലങ്ങൾ ഭൂമിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നെ ആർക്കും ഊദസ്വതി, കനത്ത അകിടുള്ള പശുക്കൾ ധാരാളം പാല് നൽകി. സന്തോഷത്തോടു കൂടിയിട്ട് അവർ പാല് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് സ്മ പ്രജാൻ ഗാവ, പശുക്കൾ പാലിനെ നൽകി. പയസോധസ്വതിർമുത, പയസ് പാലുകൾക്കൊക്കെ ധാരാളം ജനങ്ങൾക്ക് നൽകി. മഴയൊക്കെ ശരിക്ക് പെയ്തു. പ്രകൃതിക്ഷോഭമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും സുഖമായിട്ടുള്ള ഒരു രാജ്യഭരണം ധർമ്മപുത്രർ കാഴ്ചവെച്ചു എന്ന് പറയുകയാണ്. ഇപ്പം എന്താ പ്രളയം ഉണ്ടാവണതും ഓരോ വിഷമങ്ങൾ ഉണ്ടാവണം. ചിലപ്പോൾ മഴ ഉണ്ടാവുകയില്ല, ചിലപ്പോൾ പെയ്യാൻ തുടങ്ങിയാലിട്ട് നിൽക്കില്ല, വേണ്ട പോലെ ആവില്ല. ഭരണം ശരിയല്ല വെച്ചാൽ പ്രകൃതി പ്രതികരിക്കാതിരിക്കുക, ഇടയ്ക്ക് ഭൂമി കുലുക്കുണ്ടാവും. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ശിശിച്ചു സ്മ പ്രജാൻഗാവ പയസോധസ്വതീർമുത, പശുക്കൾ ധാരാളം പാലുകളൊക്കെ ജനങ്ങൾക്ക് നൽകി. മഴ ശരിക്കും അങ്ങനെ പെയ്തു. എവിടെയും അനിഷ്ടോ അശുഭോ യാതൊന്നുമില്ല എന്ന് പറയണം. നദ്യസമുദ്രാഗിരയസ്തവനസ്പതി വീരുത ഫലം ദോഷതയർവ കാമമൻ മൃദുതസ്യ വൈ. പറയണം, നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ചെടികൾ, ഔഷധികളും നമുക്ക് ആവശ്യമുള്ള ചെടികളും എല്ലാം വേണ്ടത് അതാത് സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക, പുഷ്പിക്കുക, കായ്ക്കുക. മാങ്ങക്കാലത്ത് മാങ്ങ, ചക്കക്കാലത്ത് ചക്ക, എല്ലാം ഉണ്ടാവും. ഒന്നിൻ്റെയും കുറവോ ദാരിദ്ര്യമോ എവിടെയും ഉണ്ടായിരുന്നില്ല. വേണ്ടതെല്ലാം സമൃദ്ധം. നദികളിലോ വെള്ളം ധാരാളം. നദിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. പറ്റിയ നദി അശുഭ എന്നാണ് പറയുക. നദ്യസമുദ്രാഗിരയ, നദികളിൽ കൂടിയിട്ടൊക്കെ തെളിഞ്ഞ ജലം വേണ്ട പോലെ ഒഴുകിയിരുന്നു. വൃക്ഷങ്ങളിൽ കായ്കളും പുഷ്പങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അശുഭങ്ങളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാപവും ഇല്ലാതെ നല്ല ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ധർമ്മപുത്ര രാജ്യം കാഴ്ചവെച്ചത്. നാഥയോ വ്യാതയ ക്ലേശ ദൈവഭൂതാത്മഹേതവ. ആദി വ്യാധി ഇത് രണ്ടുമില്ല. ഒന്ന് രോഗം, പിന്നെ മനോദുഃഖങ്ങൾ. അത് രണ്ടുമാണ് മനുഷ്യന് വിഷമം ഉണ്ടാക്കുക. രോഗം വന്നാൽ പറയാനില്ലല്ലോ. അതേപോലെ ഓരോ വിഷമങ്ങൾ അതുമില്ല, രണ്ടുമില്ല. എന്ന് പറയുന്നത് ആദയോ വ്യാതയ ക്ലേശ ദൈവഭൂതാത്മഹേതവ. ദൈവം, ഭൂതം, ആത്മ, ഈ മൂന്നെണ്ണത്തിൽ നിന്നുള്ള ദുഃഖമാണ് ഇവിടെ പറഞ്ഞത്. ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആത്മികം. ഈ മൂന്നാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളുള്ളൂ. ഇതിൽ വരുന്നതാണ് എല്ലാ ദുഃഖവും. എന്തെങ്കിലും ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ ആദി ഭൗതികം എന്നതിന് പറയാം. ആദി ദൈവികം എന്ന് പറഞ്ഞാലോ പ്രകൃതിയിൽ നിന്ന് വെള്ളപ്പൊക്കം, ഇടിവെട്ടി മരിക്കുക അല്ലേ, അങ്ങനെ വെള്ളപ്പൊക്കം, ഇതൊക്കെ ആദി ദൈവികമാണ്. കാരണം ഈ പ്രകൃതിയാകുന്ന ഈശ്വരഭാവത്തിന് അതിദൈവതം എന്നാണ് പറയുക. അതിദൈവതൻ എന്നും പറയും. ആ അതിദൈവത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് ആദിദൈവികം. അപ്പോൾ ആദ്യ ആത്മികോ മനസ്സുണ്ട് സമാധാനമില്ലായ്മ. മക്കൾ നേരെ വേണ്ടിക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോവുക, അതിൻ്റെ വിയോഗ ദുഃഖം, ഇതൊക്കെയാണ് എന്താ പറയുക ആധ്യാത്മികം. ദാരിദ്ര്യം, സാമ്പത്തിക വിഷമം ഉണ്ടാവുക ഒക്കെ ആധ്യാത്മികത്തിൽ പെടും. അത് മനസ്സിൻ്റെ വിഷമങ്ങളാണ്. അതാണ് നാഥയോ വ്യാധയ ക്ലേശ ദൈവ പ്രകൃതി ഭൂതം ശരീരം. പഞ്ചഭൂതമാണല്ലോ ശരീരം. ഭൂതം, പിന്നെ ആത്മഹേതവ മനസ്സ്. ഒരു ദുഃഖവും ആർക്കും ഉണ്ടായില്ല. രാമരാജ്യം പോലെ സുഖമായി നേരെ ഭരിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുക. ഭരണത്തിനനുസരിച്ചിട്ടാണ്
രാജ്യത്തെ ശ്രേയസ് ഉണ്ടാവുക. അജാതശത്രാവപഞ്ചന്തൂനാം രാജ്ഞികർഹിജിൽ. അജാതശത്രു എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രരെ, ശത്രു ഇല്ലാത്രേ, ആരും ശത്രു ഇല്ലാത്തവർക്കാണ് അജാതശത്രു. അജാതശത്രു രാജ്യം ഭരിച്ചിരിക്കെ രാജ്ഞി, അജാതശത്രേ രാജ്ഞി, അജാതശത്രു രാജ്യാവായിരിക്കുമ്പോൾ സമയത്തിങ്കൽ ആർക്കും ദുഃഖം ഉണ്ടായില്ല. ഒരു ജീവജാലങ്ങൾക്ക് പോലും ദുഃഖം ഉണ്ടാവില്ല, മനുഷ്യനോ ജീവജാലങ്ങൾക്കോ ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെ ആ കാലം നന്നായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. ഉഷിത്വാഹാസ്തിനപുരേ മാസാൻഗതിവയാൻ ഹരി സുഹൃതാം വിശോകായ സ്വസുച്ച പ്രിയകാമ്യയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്തിനാപുരത്തിൽ കതിപയാൻ മാസാൻ, കുറേ മാസങ്ങളിൽ കൃഷ്ണൻ വസിച്ചു. സഹോദരിക്ക് സുസു പ്രിയമായിട്ടുള്ള പ്രിയത്തെ ചെയ്യാൻ വേണ്ടി അവിടെ വസിച്ചു. അതായത് ഇവരുടെ ധർമ്മോത്രയുടെ സഹോദരിയാണ് കുന്തി. ആ കുന്തിക്ക് ഹിതം ചെയ്യാനായിക്കൊണ്ട് പ്രിയകാമ്യയാ, പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സുഹൃതാം സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഉഷിത്വ വസിച്ചു എന്ന് പറയണം. വസിച്ചിട്ട് പിന്നെ തുടരുകയാണ് അടുത്ത ശ്ലോകത്തിൽ. വസിച്ചിട്ട് എന്ത് ചെയ്തു? ആമന്ത്രജനുജ്ഞാതം പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹ രഥം കശ്ചിൽ പരിഷ്വക്തോഭിവാദിത. ഇവർക്കൊക്കെ ഹിതം ചെയ്യാനായിക്കൊണ്ടും സന്തോഷം നൽകാൻ വേണ്ടിയിട്ടും ഉഷിത്വ വസിച്ചിട്ട്. ആ ശ്ലോകത്തിൽ മുഴുവനാവണില്ല, അടുത്ത ശ്ലോകമാണ്. ആമന്ത്രജനുജ്ഞാത, മെല്ലെ എന്ത് ചെയ്തു? അവരെ ആലിംഗനം ചെയ്തിട്ട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആമന്ത്ര്യ പറഞ്ഞയച്ചിട്ട്, യാത്ര പറഞ്ഞയച്ചിട്ട് പോവുകയാണ് അവിടുന്ന് അങ്ങോട്ട്. അഭ്യനുജ്ഞാത, അനുവദിക്കപ്പെട്ടവനായിട്ട്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ശരി, നാ അങ്ങനെയാവാമെന്ന് പറഞ്ഞിട്ടാണ് അനുജ്ഞ കൊടുക്കുക പോവാനായിട്ട്. അങ്ങനെയാവാമെന്ന് പറഞ്ഞ് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ടോ. അഭിവാദ്യരഥം ആരുരോഹ, തേരിൽ കയറി. കുറച്ചു കാലം ഇവർക്കൊക്കെ ഹിതത്തെയും നന്മയും ചെയ്യാൻ ആഗ്രഹിച്ച് ഹസ്തിനാപുരിയിൽ വസിച്ചിട്ട് അതിനുശേഷം ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ തേരിൽ കയറിയിട്ട് ചുരുക്കം. ആമന്ദജനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം, അവരെ അഭിവാദനം ചെയ്ത് യാത്ര ചോദിച്ച് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട്, പരിഷ്വജ്യ ആലിംഗനം ചെയ്യുക. ആരുരോഗരഥം കശ്ചിത്, രഥത്തിൽ കയറി അവരോട് യാത്ര പറഞ്ഞു. ഭഗവാൻ പോവാണ് എന്ന് പറയാണ്. അപ്പോൾ അവിടെ ആ സ്ത്രീകളുണ്ട്, സുഭദ്ര, ദ്രൗപദി, കുന്തി. ഇവരൊക്കെ വളരെയേറെ ദുഃഖിച്ചു ഭഗവാന്റെ വിരഹത്തിൽ. സുഭദ്ര, ദ്രൗപദി, കുന്തി, വിരാടതനയ തഥാ കാന്താരി ധൃതരാഷ്ട്രശ്ച ഉയുത്തർഗൗതമോയമൗ മൃഗോദരച്ച ദൗമ്യക്ഷത്രിയോ മത്സ്യസുതാദയ നതേഹിരേ വിമുഖ്യം ദോ വിരഹം ശാർങ്ങധന്വന. ശാർങ്ങധന്വന ഭഗവാൻ. ഈ ശാർങ്ങധന്വ സഹസ്രനാമത്തിലെ അവസാനം ശാർങ്ങധന്വ എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ പേരാണ്. അപ്പോൾ ഭഗവാന്റെ വിരഹം ഇവരാരും സഹിച്ചില്ല. സുഭദ്ര, പാഞ്ചാലി, കുന്തി, ഉത്തര, വിരാടതനയാന്ന് പറഞ്ഞാൽ ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്ര, യുത്സു. ധൃതരാഷ്ട്രക്ക് വൈശ്യസ്ത്രീയിൽ ജനിച്ചാണ് യുത്സു എന്ന് പറയാം. കൃപര്, അതുപോലെ തന്നെ നകുലൻ, തകദേവൻ, ഭീമൻ, സത്യവതി. മത്സ്യസുധ എന്ന് പറഞ്ഞാൽ സത്യവതി, മത്സ്യത്തിൽ നിന്നുണ്ടായതാണേ, മത്സ്യം കീറിയിട്ട് നിന്നുണ്ടായത് അത്ര ഈ സത്യവതി. ഇവരെല്ലാം ദുഃഖിച്ചു. ഭഗവാന്റെ വിരഹത്തെ അവർ സഹിച്ചില്ല. ഇഷ്ടമുള്ളവരാണ് പോകുന്ന ആ വിരഹം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മുറിഞ്ഞു പോകണ പോലെ അല്ലേ, അത് സഹിക്കാൻ കഴിയില്ല. എന്നിട്ടോ സത്സംഗാൻ മുക്ത ദുസ്സംഗോ കാതന്നോത്സകതേ ബുധ കൃത്യമാനം ദശോയസ്യ സകൃതാകർണ്യരോചനം. ഈ നല്ല ജനങ്ങളുമായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന നിമിഷം ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ്. ആ വില വേറൊരു മുഹൂർത്തത്തിനും ഇല്ല, ഒരു സമയത്തിനും ഇല്ല. അതിൽ ആ സുഖം അനുഭവിക്കുകയായിരുന്നു. ഭഗവാന്റെ കൂടെയാണ് നിൽക്കണം. ഭഗവാന്റെ കഥ പറയുമ്പോൾ നമുക്ക് ഇത്ര സുഖം ഉണ്ടച്ചാൽ ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം അനുഭൂതികൾ ഉണ്ടായിട്ടുണ്ടാവണം, പറഞ്ഞറിയിക്കാൻ പറ്റുമോ വാക്കുകൊണ്ട്? അപ്പോൾ അതാണ് സത്സംഗാൻ മുക്ത ദുസ്സംഗ. സത്സംഗം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? ദുസ്സംഗം ഉണ്ടാവില്ല. ദുസ്സംഗത്തിൽ നിന്ന് മുക്തി നേടാം സത്സംഗം കൊണ്ട്. അതാണ് സത്സംഗാൻ മുക്ത ദുസ്സംഗോ. സത്സംഗം കൊണ്ട് മുക്തമായിട്ടുള്ള ദുസ്സംഗം കാരണം ബുധാൻ രോചനം, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ യാതൊരുവൻ്റെ യശസ്, ആ ഭഗവാന്റെ യശസ് ഒരിക്കൽ കേട്ടിട്ട് ആർക്കാണ് ഉപേക്ഷിക്കാനായിട്ട് പറ്റുക? ഒരിക്കൽ
അതൊക്കെ കേട്ടിട്ടുള്ള സുഖം അനുഭവിച്ചാൽ പിന്നെയും കേൾക്കണം, ഓരോ കൊല്ലവും സപ്താഹം വേണം, അടുത്ത കൊല്ലം സപ്താഹം ഗംഭീരാക്കണം. അല്ലാണ്ട് ആർക്കും ഇത് വേണ്ടാന്ന് തോന്നുന്നില്ല. ഒരിക്കൽ അതിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചാൽ എല്ലായ്പ്പോഴും അത് വേണം. കീർത്യമാനം യശോയസ്യ, ഏതൊരാളുടെ കീർത്തി വീണ്ടും വീണ്ടും കീർത്തിച്ചിട്ടാണോ ഒരിക്കലും മതി വരാത്തത്, ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ആതും ഉപേക്ഷിക്കുക, നോത്സഹതേ, ആതും ഉപേക്ഷിക്കാൻ സാധ്യമല്ലാതെ വരുന്നു അല്ലേ. ഇപ്പം നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ഈ ഈശ്വര സംഘം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ജന്മവും അത് വേണം എന്ന് തോന്നണത്. എവിടേക്കോ അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ ആയിരുന്നു എന്നോ എവിടെ ഇരുന്നിട്ടാണ് കേട്ടതെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ജീവൻ എന്തോ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അതാണ് വീണ്ടും 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 അത് കേൾക്കണം. അപ്പോൾ ഒരിക്കൽ കേൾക്കണം എന്നങ്ങോട്ട് തോന്നിയാൽ മതി, അത് ഉപേക്ഷിക്കാൻ പിന്നീട് തോന്നില്ല. ഒരിക്കലും അതിലേക്ക് എത്തിക്കിട്ടുക വേണ്ടു, ഒരിക്കലും പിന്നെ വേണ്ട എന്ന് തോന്നില്ല. അങ്ങനെ ഇവർ കൃഷ്ണനെ പിരിയാൻ തീരെ ശക്തരായില്ല. നിവൃത്തിയില്ലാതെ യാത്രയാക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാണ്ട് പോകാണ്ട് പറ്റില്ലല്ലോ. സത്സംഗാൻ മുക്ത ദുസ്സംഗോഹാദിന്നോത്സകതേ ബുധ, സത്സംഗം കൊണ്ട് കിട്ടിയിട്ടുള്ള സുഖം കാരണം വിട്ടുപോവാനായിട്ട് ഉത്സഹതേ, ഉത്സാഹിച്ചില്ല, വിട്ടുപോവാനായിട്ട് ആഗ്രഹിച്ചില്ല. കീർത്യമാനം യശോയസ്തകൃതാകർണരോചനം, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കീർത്തിമാനം കീർത്തിച്ചിട്ട് കേട്ടാൽ വേണ്ട എന്ന് ആർക്കാ തോന്നുക? അത്യധികം പാപികൾക്ക് തോന്നുമായിരിക്കും. അല്ലാത്ത ആർക്കും ഭഗവത് കഥ, ഈശ്വരനുമായിട്ടുള്ള സംസർഗം വേണ്ട എന്ന് തോന്നില്ല. തസ്മിന്നത്തതിയ പാർത്ത സഹേരൻ വിരഹം കഥം ദർശനസ്പർശസല്ലാഭ ശയനാസന ഭോജനൈ. ഭഗവാന്റെ ഗുണമാണ് പറയണത്. അവനിൽ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ, തസ്മിൻ ന്യസ്തതിയ, ബുദ്ധിയെ ഉറപ്പിച്ചിരിക്കുന്ന. കൃഷ്ണൻ അവിടെ ഉണ്ടെച്ചാൽ പിന്നെ എവിടേക്കെങ്കിലും മനസ്സ് പോകുമെന്ന് ചോദിച്ചാൽ എവിടേക്കും പോവില്ല. ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാനിൽ തന്നെ സജ്ജനങ്ങളുടെ മനസ്സ് സദാ നിൽക്കുള്ളൂ. ആ ബുദ്ധിയെ ഉറപ്പിച്ചിരിക്കുന്ന അവരിൽ പാർത്താഹ, കുന്തിപുത്രന്മാർ, പാണ്ഡവന്മാർ, ദർശന സ്പർശ സംലാഭ, സ്പർശന എന്നില്ല കേട്ടോ, ഒരക്ഷരം സ്പർശനവും സ്പർശവും ഒന്ന് തന്നെയാണ്. ചില അക്ഷരങ്ങൾ കുറച്ചാലും അർത്ഥം മാറില്ല. എന്തിനാ വെച്ചാൽ ഈ അക്ഷരം ശരിയാവാൻ വേണ്ടിയിട്ടാണ്. സ്പർശനം എന്ന് വേണ്ടിടത്ത് അങ്ങനെ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു അക്ഷരം ഇപ്പോൾ കുറഞ്ഞിട്ട് ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇപ്പം ദർശസ്പർശ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദർശന സ്പർശ സംലാഭ, സ്പർശം എന്ന് പറഞ്ഞാൽ മതി, എപ്പോഴും അക്ഷരം ശരിയാവുള്ളൂ. സ്പർശം എന്ന് പറഞ്ഞാൽ സ്പർശനം തന്നെയാണ്. സ്പർശ സംലാഭ ശയനാസന ഭോജനൈ, ഭഗവാന്റെ കൂടെ നടക്കുക, ഭഗവാനെ കാണുക, ഭക്ഷണം കഴിക്കുക, ഭഗവാനോട് വർത്തമാനം പറയുക, ഭഗവാന്റെ അംഗസംഗം ഉണ്ടാവുക. ഈ ഒരു സുഖം എങ്ങനെയാണ് ജീവൻ വേണ്ടാന്ന് വയ്ക്കുക? ഉദ്ധവനും പറയുന്നുണ്ട്, ഭഗവാൻ ഇവിടുന്നാണ് പോകുമ്പോഴേ, ഈ ഭൂമി ഇട്ട് പോകുമ്പോൾ തയോപഭക്തത്ര ഗന്ധ, കൃഷ്ണ അങ്ങ് ധരിച്ചിട്ടുള്ള മാല പ്രസാദമായിട്ട് ധരിക്കുക, അങ്ങ് കഴിച്ചിട്ടുള്ള ഭക്ഷണം പ്രസാദമായിട്ട് കഴിക്കുക, അതുപോലെ ആ മാല പ്രസാദമായിട്ട് കഴുത്തിൽ ധരിക്കുക, അങ്ങയുടെ വസ്ത്രം ധരിക്കുക, ഇങ്ങനെയെല്ലാം അങ്ങയുടെ കൂടെ നടക്കുക, ഇരിക്കുക, കിടക്കുക ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഞാൻ അങ്ങയുടെ വിരഹം എങ്ങനെയാണ് സഹിക്കുക കൃഷ്ണ? അങ്ങയ്ക്ക് തുല്യം വയ്ക്കാൻ ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആ വിരഹം ഇവിടെയും പറയുകയാണ്. ദർശനസ്പർശതൻലാഭശയനാസന ഭോജനൈ, ഭഗവാന്റെ കൂടെ ഇരിക്കുക, കിടക്കുക, നടക്കുക, ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയുക. ഈ സുഖം എങ്ങനെ അവർ ഉപേക്ഷിക്കും? അതിന് പകരം വയ്ക്കാൻ ആരുണ്ട്? അവരെല്ലാം ദുഃഖത്തിലായി. സർവേ തേ അനിമിഷേക്ഷേത്തമനുചേതസ വിട്ടന്തസ്നേഹസംബന്ധ വിജേലുത്തത്ര തത്ര തേ സർവേ, അവരെല്ലാവരും, സർവേ തേ സർവേ, അവരെല്ലാവരും അനിമിഷൈ, കണ്ണടയ്ക്കാത്തതായ കണ്ണുകൾ കൊണ്ട്, പുരിക കോളകൾ വേണമെന്ന് തോന്നിയില്ലേ അവർക്ക്? കൺപോളകൾ ഉണ്ടെച്ചാൽ ഇടയ്ക്ക് അത് അടയത് അതിൻ്റെ സ്വഭാവമാണ്. അത് വേണ്ടാന്ന് തോന്നി ഇത്ര പലർക്കും. എന്തിനാ അങ്ങനെ ഒരു സാധനം? ഒരു ഡോറ് കണ്ണിൻ്റെ അവിടെ ഭഗവാൻ ഫിറ്റ് ചെയ്ത ബ്രഹ്മാവ്, അതില്ല വെച്ചാൽ എപ്പോഴും തടസ്സം കൂടാതെ കൃഷ്ണനെ കണ്ടൂടെ? വലിയ ബുദ്ധിമുട്ട് തന്നെ. എന്ന് ഈ കൺപോളകളെ ശപിച്ചു. കുപിതാനിമേശ, ഗോപികൾ ഈ കൺപോളകൾ അടയൽ തുറക്കൽ അതിനെ ശപിച്ചു. അത് ഉണ്ടാക്കിയത് നിമി അത്രേ. നിമി എന്ന് പറഞ്ഞ രാജാവാണ് ഈ കൺപോളകൾ അടയ്ക്കുക തുറക്കുക എന്ന സ്വഭാവം ജനങ്ങൾക്ക് ഉണ്ടാക്കിയതെന്നാണ്. ഇവിടെ അതേ അവസ്ഥയാണ്. അക്ഷയ്,
അടയാത്ത കണ്ണുകളെ കൊണ്ട് അവനെ നോക്കി 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 അല്ലെ, എത്ര നോക്കി വെച്ചാലും മതിയാവില്ല, മതിയാവാതെ. കൃഷ്ണനെ കണ്ടിട്ട് മതിയാവുക അങ്ങനെയുണ്ടോ? സ്നേഹസംബന്ധ, സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായി കൃഷ്ണൻ്റെ കൂടെ അവരുടെ മനസ്സ് അനുഗമിച്ചു. ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. കൃഷ്ണൻ പോകുന്നതോട് കൂടിയിട്ട് ആ മനസ്സ് ഒപ്പം നഴല് പോലെ ഇവരുടെ എല്ലാവരുടെ മനസ്സും കൃഷ്ണൻ്റെ കൂടെ പോവുക അത്രേ. അതാണ് അനുത്രിത ചേതസ. ആ കൃഷ്ണൻ്റെ പിന്നാലെ വിടാതെ ഒരാളുടെ കൂടെ നിഴൽ എങ്ങനെ പോവും? ഒരാൾ പോകുമ്പോൾ നിഴൽ അല്ലേ, യാതൊരു വ്യത്യാസമില്ലാതെ നിഴൽ കൂടെ പോവില്ലേ? അതേപോലെ ഇവരുടെയൊക്കെ മനസ്സ് കൃഷ്ണൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു. തത്ര തത്ര വിജയിലു, എവിടെയൊക്കെ കൃഷ്ണൻ പോയോ അവിടെ എവിടെയൊക്കെ ഇവരുടെ മനസ്സ് നിഴൽ പോലെ സഞ്ചരിച്ചു. സർവേത്തെ അനിമിഷേർ അക്ഷയ്, അക്ഷം കണ്ണ്, അടയാത്ത കണ്ണുകൾക്കാണ് അനിമിഷൈരക്ഷയ്, അനിമിഷം അടയാത്ത കണ്ണുകളോടുകൂടി കൃഷ്ണൻ എവിടെയെല്ലാം പോയോ തമനുദ്ധിത ചേതസ, കൃഷ്ണനെ പിന്തുടർന്ന് എവിടെയൊക്കെ കൃഷ്ണൻ പോയോ അവിടെയൊക്കെ അവരുടെ മനസ്സ് കൃഷ്ണനെ അനുഗമിച്ചു. എന്നിട്ടോ നിരുദ്ധനുത്കള ബാഷ്പം ഔത്കണ്ഠ്യാത് ദേവകീസുതേ നിര്യാത്യകാരനോ അഭദ്രം യതി സാത് ബാന്ധവ സ്ത്രീയ. പാഞ്ചാലി മുതലായിട്ടുള്ള സ്ത്രീകളൊക്കെ ആ കൃഷ്ണൻ്റെ വിരഹത്തിൽ കരച്ചിലൊതുക്കാൻ പന്നേ പാടുപെട്ടു. കരയാൻ അവർക്ക് എന്താ തടസ്സം? കരഞ്ഞൂടെ എന്നാൽ കുറച്ചങ്ങോട്ട് എന്നാണെങ്കിൽ അതിനൊരു വിഷമമുണ്ട്. സ്ത്രീകളുടെ കണ്ണുനീര് നിലത്ത് വീണാൽ അവിടെ നേരെയാവില്ല അത്രേ, എന്ത് കാട്ടിയിട്ടും കാര്യമില്ല എന്നാ. ഇപ്പം പാഞ്ചാലി സുഭദ്ര മുതലായിട്ടുള്ളവരൊക്കെ കൃഷ്ണൻ പോകുന്ന സമയത്ത് കരയണം എന്നുണ്ട്, അവർക്ക് കണ്ണുനീരിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. പക്ഷെ അതിനെ തുടച്ചു. എന്നാൽ നിലത്ത് വീടില്ല, നിലത്ത് വീണാലാ പ്രശ്നം അധികം എന്നാണ്. തുടച്ചാൽ അവിടെ നിൽക്കും. അത് തുടച്ച് ആ കണ്ണുനീർ നിലത്ത് വീഴാതെ ഇരിക്കാൻ അവർ നന്നേ പണിപ്പെട്ടു എന്ന് പറയുകയാണ്. നിരുന്ധൻ ഉത്കള ബാഷ്പമോത്കണ്ഠ്യാത് ദേവകീസുതേ, ദേവകീസുതനായിരിക്കുന്ന കൃഷ്ണൻ്റെ വിരഹം കാരണം ഉണ്ടായതായ ദുഃഖം, കണ്ണുനീര് പൊട്ടൽ നിലത്ത് വീഴാതിരിക്കാൻ അവർ വിഷമിച്ചു. നിര്യാത്യകാരനോ അഭദ്രം, അഭദ്രം ഉണ്ടാവരുത്, കണ്ണുനീര് നിലത്ത് വീണിട്ട് അഭദ്രം ഉണ്ടാവരുത്. നോ അഭദ്രം, അമംഗളം ഉണ്ടാവരുത്. അഭദ്രം എന്ന് പറഞ്ഞാൽ അമംഗളം എന്ന് കരുതി അവരതിനെ മെല്ലെ വിഷമിച്ചിട്ട് അത്രേ തടഞ്ഞത്. കണ്ണീര് നിൽക്കണില്ല, കടുകുടൂന്ന് വരുമ്പോൾ എങ്ങനെയൊക്കെയോ വേഗം തുടച്ച് നിലത്ത് വീഴാതെ അവർ നോക്കി ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ആ ദുഃഖത്തോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ നിന്നാണ് പോയി. മൃദംഗ ശംഖഭേരച്ച വീണാപണവഗോ മുഖ, ഇതൊക്കെ വാദ്യങ്ങളുടെ പേരാട്ടോ. മൃദംഗം, ശംഖ്, ഭേരി, പെരുമ്പറ, വീണ, മറ്റു തരത്തിലുള്ള വാദ്യഘോഷങ്ങളൊക്കെ ഭഗവാനല്ലേ പോണത്, വെറുതെ പോകാൻ പറ്റുമോ? തുന്തുര്യാനൊക്കെ കണ്ടാത്യാനേത് തുന്തുഭയ സമം, തുന്തുബി വാദ്യങ്ങളൊക്കെ മുഴക്കി വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാൻ അവിടെ നിന്നാണ്ട് പോവുകയാണ്. ഇനി ദ്വാരകയിലേക്കുള്ള പോക്ക് മുതലായ കാര്യങ്ങളൊക്കെയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.